പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഞങ്ങളെ പരിപാടി നിങ്ങൾ പറഞ്ഞോളൂ. ഷെയ്ഖ് ഖലീഫ മോസ്കിലേക്ക് പോകണം നോമ്പ് മറക്കാൻ. ഇപ്പൊ റഷീദാക്കി പിന്നാലെ സലാമും പോലെ മുന്നിൽ പോയിട്ടാണ് ഞങ്ങൾ പോലെ പിന്നാലെ പോവാ. റഷീദാക്കാരും സലാമിനും കിട്ടിട്ടാ വണ്ടി എടുക്കാൻ പോവാണ്. നോമ്പ് തുറക്കാൻ വരുന്നവർ പല ഭാഗങ്ങളിലായി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പോൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. പിന്നെ 25,000 ആൾക്കുള്ള ഫുഡാണ് അവിടെ കൊടുക്കുന്നത്. ഇന്ന് മട്ടൻ ബിരിയാണി കിട്ടുമോ? മട്ടൻ കിട്ടും. മട്ടൻ എന്നും മട്ടൻ ഉണ്ട്, പക്ഷെ അതിനൊരു ഭാഗ്യമാണ്, അല്ലാതെ എല്ലാവർക്കും ആയാലും മട്ടൻ കിട്ടുന്നത്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? ഞാൻ ആദ്യമായിട്ട് വരാം കേട്ടോ. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി കൂടിയിട്ടോ. വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു ആ കാഴ്ച. 10,000-ഓളം വരുന്ന ആളുകൾക്ക് ഒരേ സമയം സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിൽ ഞങ്ങളും ഇരുന്നു. ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഞങ്ങളും അവിടെ വെച്ച്. അപ്പോൾ ഞങ്ങൾ ഫൈസലാട്ടോ നമ്മളെ പിന്നെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യണത് എന്തൊക്കെയുണ്ടെന്നൊക്കെ. എന്തൊക്കെയായിരുന്നു ചെക്ക് ചെയ്യണം ഇന്നത്തെ കവറിൽ. എന്തൊക്കെയുള്ളത്? വെള്ളം, ജ്യൂസ്, പിന്നെ ഒരു ലെബൻ, പിന്നെ അൺബോക്സിംഗ് ആണ്. മാഷാ അല്ലാ, എന്നും കോഴിയാണ് അല്ലേ? ഇന്ന് ആടാണ്. മാഷാ അല്ലാ. അപ്പൊ ഇന്ന് നമ്മൾ ലക്കിയാണ്. ഇന്ന് ആടാട്ടോ. ആട് ബിരിയാണിയാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, സലാഡ് ഉണ്ട്. പിന്നെ അതെന്താ ഈ സാധനം? ചെറിയ വെജിറ്റബിൾ കറിയോ? മാഷാ അല്ലാ. അപ്പൊ ഇന്ന് ലക്കാണ് അല്ലേ? ഇന്ന് ലക്കല്ലേ? ഇന്ന് ലക്ക. ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആൾ വന്നു കഴിഞ്ഞാലും അവരൊക്കെ സ്വീകരിക്കാനുള്ള വലിയ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എവിടെയും നമുക്കൊരു തിക്കും തിരക്കും കാണാൻ സാധിക്കുന്നില്ല. വളരെ ശാന്തമായി വരുന്ന ആളുകൾ അവരവർക്ക് ലഭ്യമായ സ്ഥലത്ത് അവരിരുന്ന് സഹകരിക്കുന്നു. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ഈത്തപ്പഴം എടുത്ത് ഞങ്ങൾ നോമ്പ് തുറന്നു. ഒരേ സമയം ഇത്ര ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി ഇത്രയും വൃത്തിയാക്കി നടത്തിയ ഈ സംഘാടകർക്ക് കൊടുക്കാൻ നമുക്കൊരു ബിഗ് സല്യൂട്ട്. ആളുകൾ ഫുഡൊക്കെ കഴിച്ച് വളരെ ധൃതിയിൽ ഇറങ്ങുന്നത് കാണാം. ഒരുപക്ഷെ അവർക്ക് ഡ്യൂട്ടിക്ക് ഉടനെ തന്നെ കയറേണ്ടതുണ്ടാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കിട്ടിയ ഫുഡ് നമ്മൾ പോകുന്നുട്ടോ. നമുക്ക് 7 മണിക്ക് ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഫൈസൽക്കും റഷീദ്ക്കും സലാമും അവിടെ തന്നെ ഉണ്ട്. ഒരു ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ. നമുക്ക് 7 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എന്ത് ചെയ്യുക, ഫുഡ് എടുത്ത് പോകുന്നത്.